ഇന്ത്യൻ വ്യോമയാന പ്രതിരോധ മേഖലകളിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുകളിലൊന്നാണ് ഫ്രഞ്ച് എയ്റോസ്പേസ് ഭീമനായ സാഫ്രാൻ്റെ സാന്നിധ്യം ശക്തമായത്. വിമാന എഞ്ചിനുകൾ, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, ഏവിയേഷൻ ഇലക്ട്രോണിക്സ്, സുപ്രധാന സൈനിക ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള ഈ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ച പുതിയ MRO സൗകര്യത്തിനുള്ള രാജ്യത്തിൻ്റെ പ്രതിരോധ സാങ്കേതിക രംഗത്തെ ആത്മനിർഭരത എന്ന ലക്ഷ്യത്തിന് പുതിയ ചിറകുകൾ നൽകുകയാണ്. ഇത് കേവലം ഒരു വാണിജ്യ നിക്ഷേപം എന്നതിലുപരി ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷിക്ക്, അതായത് സ്ട്രാറ്റജിക് ഡിഫൻസ് കാപ്പബിലിറ്റിക്ക് അടിത്തറയിടുന്ന ഒരു നിർണായക നീക്കമാണ്. ഹൈദരാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സാഫ്രാൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന എഞ്ചിൻ MRO കേന്ദ്രം സാങ്കേതിക വിദ്യയുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെയും സംഗമ സ്ഥാനമാണ്. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ ബന്ധങ്ങളുടെ ആഴവും അതോടൊപ്പം ആഗോള വ്യോമയാന ഭൂപടത്തിൽ ഒരു പ്രധാന കളിക്കാരനായി ഇന്ത്യ മാറുന്നതിൻ്റെ സൂചനകളും ഈ സംരംഭം അടിവരയിടുന്നു. ഫ്രാൻസിന് പുറത്ത് സാഫ്രാൻ ഇത്തരമൊരു ഡീപ്പ് ലെവൽ സൗകര്യം സ്ഥാപിക്കാൻ ഇന്ത്യയെ തെരഞ്ഞെടുത്തത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിശ്വാസത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും തെളിവാണ്. സാഫ്രാൻ എന്നത് ഒരൊറ്റ ഉൽപ്പന്ന നിർമ്മാതാവല്ല, മറിച്ച് എയ്റോസ്പേസ് പ്രതിരോധ മേഖലകളിലെ സങ്കീർണമായ സാങ്കേതിക വിദ്യാ സമുച്ചയമാണ്. വിമാന എഞ്ചിനുകളും പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുമാണ് അവരുടെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാമത്തേത്. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായ റഫാൽ യുദ്ധവിമാനങ്ങളുടെ കരുത്തുറ്റ M88 എഞ്ചിനുകൾ സാഫ്രാൻ നിർമ്മിക്കുന്നതാണ്. കൂടാതെ ലോകമെമ്പാടുമുള്ള യാത്രാ വിമാനങ്ങൾക്കുള്ള ഏറ്റവും ജനപ്രിയമായ ലീപ് എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള സിവിൽ എഞ്ചിനുകൾക്കും സാഫ്രാൻ ശക്തി നൽകുന്നു. ഈ എഞ്ചിനുകളാണ് ആധുനിക വ്യോമയാനത്തിൻ്റെ വേഗതയും കാര്യക്ഷമതയും നിർണ്ണയിക്കുന്നത്. എഞ്ചിനുകൾ കൂടാതെ ഏവിയോണിക്സ്, അതായത് ഏവിയേഷൻ ഇലക്ട്രോണിക്സ് രംഗത്തും സാഫ്രാൻ ഒരു നിർണായക ശക്തിയാണ്. വിമാനങ്ങളെ നിയന്ത്രിക്കാനും കൃത്യമായി നാവിഗേറ്റ് ചെയ്യാനും വിമാനത്തിനുള്ളിലെയും പുറത്തെയും വിവരങ്ങൾ നിരീക്ഷിക്കാനും സഹായിക്കുന്ന സങ്കീർണമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അവർ വികസിപ്പിക്കുന്നു. സുരക്ഷിതമായ ലാൻഡിങ്ങിന് അത്യന്താപേക്ഷിതമായ ലാൻഡിംഗ് സിസ്റ്റംസും ഗിയറുകളും അതോടൊപ്പം മിസൈൽ സംവിധാനങ്ങൾക്കും മറ്റ് പ്രതിരോധ ഉപകരണങ്ങൾക്കും വേണ്ടിയുള്ള സുപ്രധാന പ്രതിരോധ ഇലക്ട്രോണിക്സ് ഘടകങ്ങളും സാഫ്രാൻ്റെ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളുടെ ഏകദേശം 80% സാഫ്രാൻ ഏതെങ്കിലും വിധത്തിൽ സാങ്കേതിക സഹായം നൽകുന്നുണ്ട് എന്ന വസ്തുത രാജ്യത്തെ സിവിൽ മിലിറ്ററി വ്യോമയാന മേഖലകളിൽ ഈ കമ്പനിക്കുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ മണ്ണിൽ സാഫ്രാൻ്റെ ഒരു MRO കേന്ദ്രം സ്ഥാപിക്കുന്നത് കേവലം ഒരു ബിസിനസ് വികസനം എന്നതിലുപരി രാജ്യത്തിൻ്റെ തന്ത്രപരമായ സ്വയംഭരണത്തിനുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. റാഫാൽ പോലെയുള്ള യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾക്ക് ഡീപ്പ് ലെവൽ സർവീസിംഗ് ഇതുവരെ ഫ്രാൻസിൽ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു യുദ്ധവിമാനം എഞ്ചിൻ അറ്റകുറ്റപ്പണികൾക്കായി വിദേശത്തേക്ക് അയക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാസങ്ങളോളം നീളുന്ന സമയനഷ്ടം, സുപ്രധാനമായ സൈനിക എഞ്ചിൻ സാങ്കേതിക വിദ്യ വിദേശത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യത, യുദ്ധസജ്ജതയെ ബാധിക്കുന്ന പ്രവർത്തന സന്നദ്ധത കുറയുന്നത് എന്നിവയെല്ലാം വലിയ വെല്ലുവിളികളാണ്. ഹൈദരാബാദിലെ MRO സൗകര്യം ഫ്രാൻസിന് പുറത്ത് ഇത്തരമൊരു ഡീപ്പ് ലെവൽ ഓവർഹോൾ സൗകര്യം സ്ഥാപിക്കുന്ന ആദ്യത്തെ ആഗോള OEM സംരംഭമാണ്. ഇത് റഫാൽ പോലെയുള്ള യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ സർവീസിംഗ് രാജ്യത്തിനകത്ത് തന്നെ പൂർത്തിയാക്കാൻ അവസരമൊരുക്കുകയും വിമാനങ്ങളുടെ പ്രവർത്തന സന്നദ്ധത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും സൈനിക തീരുമാനങ്ങളെടുക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തന്ത്രപരമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ്. സിവിൽ വ്യോമയാന രംഗത്ത് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണികളിലൊന്നാണ് ഇന്ന് ഇന്ത്യ. എയർ ഇന്ത്യ, ഇൻഡിഗോ പോലെയുള്ള കമ്പനികൾ വൻതോതിൽ പുതിയ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പശ്ചാത്തലത്തിൽ ഈ വിമാനങ്ങളുടെ എല്ലാം എഞ്ചിനുകൾക്ക്, പ്രത്യേകിച്ച് ലീപ് എഞ്ചിനുകൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്ക് ഈ MRO കേന്ദ്രം നിർണായകമാകും. ഈ സൗകര്യം ഇന്ത്യയെ ഏഷ്യൻ മേഖലയിലെ ഒരു പ്രധാന എയ്റോസ്പേസ് മെയിൻ്റനൻസ് ഹബ്ബാക്കി ഉയർത്തുന്നു. ഇത് അയൽ രാജ്യങ്ങൾക്കും ഇവിടെ സർവീസിംഗ് നടത്താൻ അവസരം നൽകും. സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ കേന്ദ്രം ആയിരക്കണക്കിന് വിദഗ്ധ തൊഴിലാളികൾക്ക് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ഇത് രാജ്യത്തെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ നിലവാരം ഉയർത്തുകയും ചെയ്യും. സാഫ്രാൻ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം 2030 3 ബില്യൺ യൂറോയിലധികമായി വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വളരുന്ന സാമ്പത്തിക ശേഷിയിലും വ്യോമയാന ഡിമാൻഡിലുമുള്ള അവരുടെ വിശ്വാസം പ്രകടമാക്കുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം 1998 ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്കിടെ ആരംഭിച്ചതാണ്. അന്ന് ഇന്ത്യയെ പരസ്യമായി പിന്തുണച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായിരുന്നു ഫ്രാൻസ്. റഫാൽ യുദ്ധവിമാന കരാറുകൾ, ആണവോർജ സഹകരണം, ഇപ്പോൾ സാഫ്രാൻ്റെ ഈ നിക്ഷേപം എന്നിവയെല്ലാം ഈ ബന്ധത്തിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുന്നു. ഈ MRO കേന്ദ്രം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും സംയുക്ത ഗവേഷണങ്ങൾക്കും ഇന്ത്യയിലെ പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിലെ സാഫ്രാൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിക്കുന്നതടക്കമുള്ള പദ്ധതികൾക്കും വഴിയൊരുക്കുന്നു.
ഈ വിപുലീകരണം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യാശേഷി വർദ്ധിപ്പിക്കുകയും ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും. സാഫ്രാന്റെ ഹൈദരാബാദ് സൗകര്യം കേവലം അറ്റകുറ്റപ്പണികൾക്കായുള്ള ഒരു കേന്ദ്രമല്ല, മറിച്ച് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ കാഴ്ചപ്പാടുകളുടെ തന്ത്രപരമായ സാക്ഷാത്കാരമാണ്. ഒരു കാലത്ത് പ്രതിരോധ ആവശ്യങ്ങൾക്കായി പൂർണ്ണമായും വിദേശത്തെ ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ OEMനെ തങ്ങളുടെ മണ്ണിൽ തന്ത്രപ്രധാനമായ സാങ്കേതിക സൗകര്യം സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുന്നു. സൈനിക ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നു. സാങ്കേതിക വിദ്യ, പ്രതിരോധ ശേഷി, സാമ്പത്തിക വളർച്ച എന്നിവയുടെ സംഗമ സ്ഥാനമായി ഈ സംരംഭം മാറുകയും ആഗോള എയ്റോസ്പേസ് നിർമ്മാണ ശൃംഖലയിൽ ഇന്ത്യയെ ഒരു നിർണായക കേന്ദ്രമായി സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും.